നമസ്കാരം, ഞാൻ പാർവതിയാണ്. ഹൊറൈസൺ മോട്ടോഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 വീഡിയോകളായി നമ്മൾ ബ്രേക്കിംഗ് സിസ്റ്റത്തെ കുറിച്ചും ആഡ്ബ്ലൂവിനെ കുറിച്ചുമാണ് സംസാരിച്ചത്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ചൂടുള്ള സമയത്ത് നിങ്ങൾക്ക് നല്ല കൂളാവാൻ വേണ്ടിയുള്ള ഒരു സബ്ജക്റ്റുമായിട്ടാണ്. വേനൽക്കാലത്ത് വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ AC ഇല്ലെങ്കിൽ എന്താണ് അവസ്ഥ, അതുപോലെ ശരിയായ രീതിയിൽ AC ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഇന്ന് നമുക്കൊന്ന് നോക്കാം. അതുപോലെ നിങ്ങൾക്കായി നല്ല കിടിലൻ ടിപ്പുകളും ഇന്നത്തെ വീഡിയോയിലുണ്ട്. എല്ലാവർക്കും തോന്നാറുള്ള കുറച്ച് സംശയങ്ങൾ ഉണ്ടാവുമല്ലോ. അതിനായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഹൊറൈസൺ മോട്ടോഴ്സിലെ എക്സ്പീരിയൻസ്ഡ് AC ടെക്നീഷ്യനായ ശ്രീകുമാർ ചേട്ടനാണ്. അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ശ്രീകുമാർ ചേട്ടാ, എൻ്റെ ആദ്യത്തെ ചോദ്യം, കാറിന്റെ AC എങ്ങനെ മികച്ച രീതിയിൽ പ്രവർത്തിപ്പിക്കാം നമുക്ക്? നമസ്കാരം. പഴയ വാഹനങ്ങളിൽ AC സിസ്റ്റം എന്നത് ഒരു ആഡംബരമായിരുന്നെങ്കിൽ ഇന്നത്തെ ചൂടുള്ള കാലാവസ്ഥയിലും മഴക്കാലത്തും നമ്മുടെ വാഹനത്തിൻ്റെ സുഖകരമായ യാത്ര ചെയ്യുന്നതിന് ഒരു പ്രധാനപ്പെട്ട ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു HVAC സിസ്റ്റം. നമ്മുടെ വാഹനത്തിലെ AC സിസ്റ്റത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇതാണ്. ഒന്ന് AC കംപ്രസർ, കണ്ടൻസർ വിത്ത് ഡ്രയർ, കൂളിംഗ് കോയിൽ വിത്ത് എക്സ്പാൻഷൻ വാൽവ്, AC ബ്ലോവർ ഫാൻ തുടങ്ങിയവ. അപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ AC എങ്ങനെ മികച്ച രീതിയിൽ പ്രവർത്തിപ്പിക്കാം? നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു വാഹനത്തിൽ നമ്മൾ പെട്ടെന്ന് ചെന്ന് കയറുമ്പോൾ പെട്ടെന്ന് AC ഓൺ ചെയ്യാതിരിക്കുക. നമ്മുടെ വാഹനത്തിൻ്റെ വിൻഡോസ് 2 മിനിറ്റ് താഴ്ത്തിയിടുക. താഴ്ത്തിയിട്ടിട്ട് AC ബ്ലോവർ ഫാൻ ഫുൾ സ്പീഡ് ഓൺ ചെയ്യുക. വാഹനത്തിനുള്ള ചൂട് വായു പുറത്തു പോയതിനു ശേഷം വിൻഡോ ഗ്ലാസ് ഉയർത്തുക. AC കംപ്രസറിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുന്നതിനോടൊപ്പം തന്നെ AC റീസർക്കുലേഷൻ മോഡ് ഓൺ ചെയ്യുക. നമ്മളെപ്പോഴും നമ്മുടെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ AC ബ്ലോവർ ഫാൻ്റെ സ്പീഡ് 2nd സ്പീഡിലോ 3rd സ്പീഡിലോ വർക്ക് ചെയ്യിക്കുക. അപ്പം നമ്മുടെ വാഹനത്തിനുള്ളിലെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് സുഖകരമായ ഒരു യാത്ര ഉറപ്പുവരുത്തുന്നു. ചേട്ടൻ ഇപ്പോൾ AC റീസർക്കുലേഷൻ മോഡിന്റെ കാര്യം പറഞ്ഞല്ലോ, അതെന്താണെന്ന് വിശദീകരിക്കാമോ? നമ്മുടെ വാഹനത്തിന്റെ AC സിസ്റ്റത്തിൽ നമുക്ക് 2 മോഡുകളുണ്ട്. ഒന്ന് AC റീസർക്കുലേഷൻ മോഡ്, ഒന്ന് AC ഫ്രഷ് എയർ മോഡ്. റീസർക്കുലേഷൻ മോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിനുള്ളിലെ തണുത്ത വായുവിനെ തന്നെ ബ്ലോവർ ഫാൻ വഴി വലിച്ചെടുത്ത് നമ്മുടെ AC എയർ വെന്റ് വഴി നമുക്ക് തണുത്ത കാറ്റായിട്ട് ലഭിക്കുന്നതാണ് AC റീസർക്കുലേഷൻ മോഡ്. AC ഫ്രഷ് എയർ മോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പുറത്തെ അന്തരീക്ഷത്തിലെ ശുദ്ധവായുവിനെ ബ്ലോവർ ഫാൻ വഴി വലിച്ചെടുത്ത് നമ്മുടെ AC എയർ വെന്റ് വഴി നമുക്ക് ലഭിക്കുന്നതാണ് ഫ്രഷ് എയർ മോഡ്. ഈ റീസർക്കുലേഷൻ മോഡിനെയും ഫ്രഷ് എയർ മോഡിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു ആക്ച്വേറ്റർ മോട്ടോർ വഴി പ്രവർത്തിപ്പിക്കുന്ന ഒരു ഷട്ടറാണ്. AC സിസ്റ്റത്തിലെ ഒരു ഷട്ടറാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും നമ്മുടെ വാഹനത്തിൽ AC ഉപയോഗിച്ച് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും AC കംപ്രസർ ഓൺ ചെയ്യുന്നതോടൊപ്പം നമ്മൾ റീസർക്കുലേഷൻ മോഡിൻ്റെ സ്വിച്ച് ഓൺ ചെയ്താണ് നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്യുന്നത്. റീസർക്കുലേഷൻ മോഡെന്ന് ഞാൻ മുമ്പേ പറഞ്ഞു, അത് നമ്മുടെ തണുത്ത എയറിനെ തന്നെ വലിച്ചെടുത്ത് നമുക്ക് നല്ല കൂളിംഗ് എഫക്റ്റ് കൂട്ടിയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളങ്ങനെ ഒരു ലോങ് യാത്ര ചെയ്യുമ്പോൾ ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ എടുത്ത് യാത്ര ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഒരു ക്ഷീണം അനുഭവപ്പെടും. ഈ ക്ഷീണം അനുഭവപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റീസർക്കുലേഷൻ മോഡിലിട്ട് AC ഇട്ട് ഓടിക്കഴിയുമ്പോൾ നമുക്ക് ക്ഷീണം വരുന്നത് നമ്മുടെ വാഹനത്തിനുള്ളിൽ ഓക്സിജൻ്റെ അളവ് കുറയുന്നതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഈ റീസർക്കുലേഷൻ മോഡിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്ത് ഫ്രഷ് എയർ മോഡിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുക. അപ്പം നമുക്ക് പുറത്തെ അന്തരീക്ഷത്തിലെ വായു നമുക്ക് ബ്ലോവർ ഫാൻ വഴി അകത്തോട്ട് വലിച്ചെടുക്കുന്നു. അപ്പം നമുക്ക് നല്ലൊരു ഫ്രഷ് എനർജി വാഹനത്തിനകത്ത് ഉണ്ടാകുകയും നമുക്ക് നല്ലൊരു യാത്ര, സുഖകരമായ ഒരു യാത്ര പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഓർക്കുക, ഇത് നമ്മൾ ഫ്രഷ് എയർ മോഡ് ഓൺ ചെയ്യുന്ന സമയത്ത് നല്ല അന്തരീക്ഷത്തിൽ എത്തുമ്പോൾ വേണം ഫ്രഷ് എയർ മോഡ് ഓൺ ചെയ്യാൻ. അല്ലെങ്കിൽ പുറത്തെ ബാഡ് സ്മെല്ലൊക്കെ പുറത്ത് ഉള്ള അന്തരീക്ഷത്തിൽ എത്തുമ്പോൾ ഫ്രഷ് എയർ മോഡ് ഓൺ ചെയ്താൽ ഈ ബാഡ് സ്മെല്ല് നമ്മുടെ വാഹനത്തിനുള്ളിൽ പ്രവേശിക്കുകയും നമുക്ക് നമ്മുടെ യാത്ര ബുദ്ധിമുട്ടായി തീരുകയും ചെയ്യുന്നു. ഇനി നമുക്ക് വാഹനത്തിനുള്ളിലെ തണുപ്പ് കുറയുന്നതിന്റെ കാരണങ്ങൾ ചോദിച്ചറിയാം. എന്താണ് ചേട്ടാ കാരണങ്ങൾ? എൻ്റെ വാഹനത്തിനുള്ളിൽ തണുപ്പ് കുറവാണെന്നും പറഞ്ഞ് ഒരു കസ്റ്റമർ നമ്മുടെ സർവീസ് സെന്ററിൽ സമീപിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും 2 കാരണങ്ങളാണ് ചെക്ക് ചെയ്യുന്നത്. ഒന്ന്, വാഹനത്തിനുള്ളിൽ എയർ ഫ്ലോ കുറവാണെങ്കിൽ കൂളിംഗ് എഫക്റ്റ് കുറയും. 2, വാഹനത്തിനുള്ളിൽ നമ്മുടെ AC സിസ്റ്റത്തിൽ AC ഗ്യാസ് പ്രഷർ ലീക്ക് ഉണ്ടെങ്കിൽ കൂളിംഗ് എഫക്റ്റ് കുറയും. അപ്പൊ ചേട്ടാ, ഈ AC എയർ ഫ്ലോ കുറയുന്നതിനുള്ള കാരണങ്ങൾ എന്താണ്? AC എയർ ഫ്ലോ കുറയുന്നതിന് പ്രധാനമായിട്ടും 2 കാരണങ്ങളുണ്ട്. ഒന്ന്, AC ഫിൽട്ടർ ബ്ലോക്ക് ആയാൽ AC എയർ ഫ്ലോ കുറയും. 2, നമ്മുടെ AC സിസ്റ്റത്തിലെ കൂളിംഗ് കോയിൽ ഡസ്റ്റ് കയറി ബ്ലോക്ക് ആയാൽ എയർ ഫ്ലോ കുറയാം. എല്ലാ പീരിയോഡിക് സർവീസിലും കൃത്യമായി നമ്മുടെ AC ഫിൽട്ടർ ചെക്ക് ചെയ്യുക. AC ഫിൽട്ടർ ബ്ലോക്ക് ആണെങ്കിൽ AC ഫിൽട്ടർ ചേഞ്ച് ചെയ്യുക. എല്ലാ സർവീസിനും കൃത്യമായി AC ഫിൽട്ടർ ചേഞ്ച് ചെയ്യുക. കാരണം നമ്മുടെ വാഹനത്തിനുള്ളിൽ പൊടിപടലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ AC ഫിൽട്ടർ പെട്ടെന്ന് ബ്ലോക്ക് ആകും. ഈ AC ഫിൽട്ടർ ബ്ലോക്ക് ആകുന്ന സമയത്ത് നമ്മൾ AC ഓൺ ചെയ്ത് യാത്ര ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുന്ന വായു ശ്വസിക്കുന്നത് മൂലം നമുക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഡസ്റ്റ് അലർജി തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് കൃത്യമായ സമയത്ത് AC ഫിൽട്ടർ ചേഞ്ച് ചെയ്യുക.
അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിനുള്ള കൂളിംഗ് കോയിൽ ഡസ്റ്റ് കയറി ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ കൂളിംഗ് കോയിൽ റീപ്ലേസ് ചെയ്യുക. അപ്പൊ ചേട്ടാ, ഈ AC ഗ്യാസ് പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ കൂളിംഗ് കുറയുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എങ്ങനെയാണ് AC ഗ്യാസ് പ്രഷർ നമ്മൾ ചെക്ക് ചെയ്യുന്നത്? നമ്മുടെ ഓരോ വാഹനത്തിലും AC ഗ്യാസ് പ്രഷർ കൃത്യമായ അളവിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ AC സിസ്റ്റത്തിൽ കൃത്യമായ ഗ്യാസ് പ്രഷർ ഉണ്ടായിരിക്കണം. എല്ലാ വർഷവും ഈ AC ഗ്യാസ് പ്രഷർ കൃത്യമായി തന്നെ ചെക്ക് ചെയ്യുക. AC ഗ്യാസ് പ്രഷറിൽ കുറവുണ്ടെങ്കിൽ AC സിസ്റ്റത്തിൽ വരുന്ന ഏതെങ്കിലും പാർട്സിൽ ലീക്ക് ഉണ്ടായിട്ടാകും AC ഗ്യാസ് പ്രഷർ കുറയുന്നത്. അപ്പോൾ കൃത്യമായി തന്നെ അത് ചെക്ക് ചെയ്ത് ആ ലീക്ക് എവിടെ നിന്നാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ലീക്കാകുന്ന പാർട്സ് മാറ്റി കൃത്യമായി തന്നെ ആ അളവിൽ പ്രഷർ ഫില്ല് ചെയ്ത് നമ്മുടെ AC സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ചേട്ടാ, എങ്ങനെയാണ് ACയുടെ ഗ്യാസ് ലീക്ക് നമ്മൾ കണ്ടുപിടിക്കുന്നത്? AC ഗ്യാസ് ലീക്ക് കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ ഓരോ വാഹനത്തിനും വേണ്ട AC ഗ്യാസിൻ്റെ അളവനുസരിച്ച് ഫില്ല് ചെയ്യാനും പറ്റുന്ന പുതിയ തരത്തിലുള്ള മെഷീനറികളാണ് നമ്മുടെ ഹൊറൈസൺ മോട്ടോഴ്സ് പോലെയുള്ള അംഗീകൃത സർവീസ് സെൻ്ററുകളിൽ ഉപയോഗിക്കുന്നത്. മഴക്കാലത്തെ ACയുടെ ഉപയോഗങ്ങളൊന്ന് വിശദീകരിക്കാമോ? നമ്മുടെ ചൂടുള്ള കാലാവസ്ഥയിൽ നമ്മൾ AC ഉപയോഗിച്ച് യാത്ര ചെയ്യുന്ന പോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ മഴക്കാലത്തും നമ്മുടെ വാഹനത്തിനുള്ളിൽ AC ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നത്. കാരണം നമ്മൾ മഴക്കാലത്ത് വാഹനത്തിനുള്ളിൽ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വിൻഷീൽഡ് ഗ്ലാസുകളിലെ ഉയർത്തിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ആ സമയത്ത് നമ്മുടെ വാഹനത്തിനുള്ളിലെ ടെമ്പറേച്ചറും പുറത്തെ ടെമ്പറേച്ചറും വ്യത്യസ്തമായിരിക്കും. സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ വിൻഷീൽഡ് ഗ്ലാസുകളിലെല്ലാം മിസ്റ്റ് ഫോം ചെയ്യാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, മഴക്കാലത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ വാഹനത്തിനുള്ളിൽ AC നോബിൾ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് AC എയർ ഫ്ലോയ്ക്ക് 5 മോഡുകളുണ്ട്. ഈ 5 മോഡിൽ വിൻഷീൽഡ് ഗ്ലാസ്സിലോട്ടുള്ള മോഡിൽ AC എയർ ഫ്ലോ സെറ്റ് ചെയ്ത് നമ്മൾ വാഹനം ഓടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ മിസ്റ്റ് ഫോർമേഷൻ ഒഴിവാക്കാനും സാധിക്കും. നമുക്ക് മുന്നോട്ടുള്ള യാത്ര നല്ല വാഹനത്തിന് മുൻവശം വ്യക്തമായി കാണാൻ സുഗമമായ യാത്ര പ്രദാനം ചെയ്യുന്നു. അപ്പോൾ ചേട്ടാ, ഈ AC സംബന്ധമായിട്ടുള്ള വർക്കുകൾ ഒരു ഓതറൈസ്ഡ് സർവീസ് സെന്ററിൽ കാണിക്കുന്നതാണ് നല്ലതെന്നുള്ള ഒരു അഭിപ്രായം കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? അത് ശരിയാണ്. കാരണം വാഹനത്തിൻ്റെ എല്ലാവിധ ഇപ്പോൾ AC ഗ്യാസ് ലീക്ക് ആണെങ്കിലും AC കൃത്യമായ രീതിയിൽ AC ഗ്യാസ് പ്രഷർ ഫില്ല് ചെയ്യുന്നതിനും കൃത്യമായ നൂതനമായ മെഷീനറികളാണ് നമ്മൾ സർവീസ് സെൻ്ററുകളിൽ ഉപയോഗിക്കുന്നത്. 2, AC ഗ്യാസ് നമ്മൾ ഓപ്പൺ എയറിൽ തുറന്ന് വിടാതെ നമ്മുടെ മെഷീൻ ഉപയോഗിച്ച് റീസർക്കുലേറ്റ് ചെയ്ത് എടുക്കുന്നത് മൂലം നമ്മുടെ അന്തരീക്ഷത്തിന്, പ്രത്യേകിച്ച് ഓസോൺ പാളികൾക്കൊന്നും പ്രകൃതിക്കൊന്നും യാതൊരു വിധത്തിലുള്ള ദോഷവും സംഭവിക്കുന്നില്ല. നമ്മുടെ ഹൊറൈസൺ പോലുള്ള അംഗീകൃത സർവീസ് സെൻ്ററുകളിൽ നമ്മൾ AC ഗ്യാസ് ലീക്ക് ടെസ്റ്റ് ചെയ്യുന്നതും AC ഗ്യാസ് പ്രഷർ കൃത്യമായ അളവിൽ ഫില്ല് ചെയ്യുന്നതും നൂതനമായ മെഷീനറികൾ ഉപയോഗിച്ചാണ്. അതേസമയം വേറെ വർക്ക്ഷോപ്പുകളിലാണെങ്കിൽ AC ഗ്യാസ് കുറയുമ്പോൾ അത് കൃത്യമായി അവർ കംപ്ലൈൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാറുണ്ട്. അത് തൽക്കാലം AC ഗ്യാസ് പ്രഷർ ഫില്ല് ചെയ്യുന്നു. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും AC ഗ്യാസ് ലീക്കായിട്ട് കൂളിംഗ് കുറയുന്നു. അതുപോലെ തന്നെ ഒരു വാഹനത്തിന് ആവശ്യമായ AC ഗ്യാസ്, അതുപോലെ തന്നെ AC കംപ്രസർ ഓയിൽ നമുക്ക് കൃത്യമായ അളവിൽ മെഷീൻ ഉപയോഗിച്ച് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്നു. ഓർക്കുക, ഇഞ്ചൻ, ഗിയർ ബോക്സ് എന്നതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ പ്രധാന ഭാഗം തന്നെയാണ് AC സിസ്റ്റവും. നിങ്ങളുടെ മഹീന്ദ്ര വാഹനത്തിന് AC സിസ്റ്റത്തിന് എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടായാലും മികച്ച രീതിയിൽ പ്രശ്നം പരിഹരിക്കുന്നതിന് മികച്ച ട്രെയിനിങ് ലഭിച്ച ടെക്നീഷ്യന്മാരുടെ സേവനം ഹൊറൈസൺ മോട്ടോഴ്സ് പോലുള്ള അംഗീകൃത സർവീസ് സെൻ്ററുകളിൽ ലഭ്യമാണ്. വാഹനത്തിലെ AC സിസ്റ്റത്തെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഫലപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി.